കുട്ടികളുടെ സ്ഥിതിയിൽ ഏറ്റവും അവസാനം നമുക്ക് ഈ സർക്കാരിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ പാകത്തിന് പറയാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു കുട്ടി കൊടുത്തു. ആ കുട്ടിക്ക് PhD ചെയ്യുന്നതിനുള്ള സർക്കാർ ഗ്രാന്റ് കാലങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നെങ്ങനെയാണെന്ന് അറിയാം സാർ, VCയും രജിസ്ട്രാറും ഇനി പൈസ ശമ്പളം വാങ്ങുന്നത് ഈ PhD ഗ്രാന്റ് കൊടുത്തിട്ട് മതിയെന്ന് പറഞ്ഞു. സാർ, ഇതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത്, വിഷമം തോന്നിയത്, പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ നിസ്സാരമായി കാണുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള ഗ്രാന്റ്. ഇത്രയും സർക്കാരുകൾ ഉണ്ടായിട്ട്, ഇത്രയും കാലങ്ങളുണ്ടായിട്ട് ഇതുവരെ അവരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചരിത്രത്തിൽ ആദ്യമായി അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ മേൽ കൈവച്ച സർക്കാർ എന്ന ഖ്യാതിയാണ് സാർ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഇന്ന് ഈ ഗ്രാന്റ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ, കിട്ടാത്തതിന്റെ പേരിൽ, കോളേജിൽ നൽകാത്തതിന്റെ പേരിൽ പല SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഹരാസ് ചെയ്യപ്പെടുകയാണ് സാർ. ഹരാസ് ചെയ്യപ്പെട്ടവർ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. അത് മാത്രമാണ് സാർ, നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന മെഡല് അവർക്ക് നിഷേധിച്ചില്ലേ സാർ? അതായത് എനിക്ക് ഓർത്തു പോകുന്നത്, ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ A+ വാങ്ങി ജയിച്ചിരുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി നൽകിയിരുന്ന ഒരു മെഡൽ ഉണ്ടായിരുന്നു സാർ. അര പവൻ അവർക്ക് കൊടുക്കുമായിരുന്നു സാർ. അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു. ഏതാണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്തയാണ് സാർ, അര പവൻ മെഡലും കാത്ത് 20,000 പട്ടികജാതി വിദ്യാർത്ഥികൾ. നിങ്ങൾ 2010 മുതൽ ഇത് വേണ്ടെന്ന് വെച്ചു സാർ, അത് കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഇപ്പോ അവരുടെ SC/ST വിഭാഗങ്ങളുടെ 10,000 പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ തട്ടിയെടുക്കുകയോ? 1, 2 അല്ല, 10,000 പവൻ. 20,000 കുട്ടികൾക്ക് അര പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് കടമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ അദ്ദേഹം എഴുതിയ പോലെ, നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നെഴുതിയ അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കായിരുന്നു സാർ. കാരണം 10,000 പവൻ സ്വർണം നിങ്ങൾ അവരുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല സാർ, മികച്ച പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് 10,000 രൂപ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു സാർ. അത് കഴിഞ്ഞ പ്രതിഭകൾക്ക് കൊടുക്കുന്ന 10,000 രൂപ ഗ്രാന്റ് 2019 കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിന്റെ അപേക്ഷ പോലും വാങ്ങുന്നില്ല സാർ. അപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്കുള്ളത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്.